ഊർജിതമാകുന്ന നരകഭീഷണിയുടെ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ചത്തുമലച്ച പൈതൃകാരാധനയുടെ ആൾപ്പൊക്കങ്ങളെ നമുക്കായി വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു നാടക സംവാദം. നമ്മൾ നടക്കുന്നു കലാപത്തെ പ്രണയിക്കുന്നവരുടെ നടുവിലേക്ക്. നമ്മൾ പറയുന്നു സ്നേഹത്തിൻ്റെ അപഭ്രംശം വന്ന ഇതിഹാസങ്ങളെക്കുറിച്ച്. നമ്മൾ ചിന്തിക്കുന്നു കരുണയില്ലാതെ പോയ ഇന്നലകളെക്കുറിച്ച്. നമ്മൾ പാടുന്നു പൗരബോധത്തിൻ്റെ പടപ്പാട്ടുകളിലൂടെ നാളെയെക്കുറിച്ച്. ചാവുപടികൾ. എല്ലാവർക്കും തുല്യത പ്രഖ്യാപിക്കുന്ന മതേതരത്വത്തിന്റെ നിയമസംഹിതം. പക്ഷേ നടപ്പിലാക്കേണ്ട സ്ഥാനങ്ങളിലെല്ലാം അഴിമതിയുടെ വഴുക്കലുകൾ, വംശവാദങ്ങളുടെ പിറുപിറുക്കലുകൾ, ലിംഗ അനീതിയുടെ മുറിമുറിപ്പുകൾ. വിഴുപ്പലക്കികളെല്ലാം പെട്ടെന്നൊരു ദിവസം ജനങ്ങളുടെ മുന്നിൽ സ്വദേശാഭിമാനികളായി ആഘോഷിക്കപ്പെടുന്നു. ദരിദ്ര ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയ വിഷപ്പാമ്പുകളെ അഴിച്ചുവിടുന്നു. വംശവാദങ്ങളുടെയും ലിംഗ അനീതിയുടെയും മുന്നിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും ഗവേഷകരും ആത്മഹത്യ ചെയ്യുന്നു. മതവരിയുടെ അഗ്നിയിൽ തീവണ്ടികൾ കത്തിയമരുന്നു. ഭ്രൂണങ്ങൾ ശൂലങ്ങളിൽ പിടയുന്നു. വയലുകളിൽ ചോരപ്പുഴകൾ ഒഴുകുന്നു. വംശയുദ്ധങ്ങൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അനാഥരാക്കുന്നു. അപ്പോഴും തിളങ്ങുന്ന ഇന്ത്യയുടെ വെൺമാടങ്ങളിൽ നിയമങ്ങൾ ചിതറി വീഴുന്നു. ഡെമോക്ലീസിന്റെ വാൾ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നു. ഇന്ത്യൻ നിയമങ്ങൾക്ക് മുന്നിൽ എന്താണ് മനുഷ്യത്വം? കോടതി തുടരുകയാണ്. ഇന്ത്യൻ നിയമത്തിന്റെ വാദങ്ങൾ തുടരുകയാണ്. ബഹുമാനപ്പെട്ട കോടതി, ആർട്ടിക്കിൾ 14 പ്രകാരം, അതായത് പൗരാവകാശ നിയമം അനുസരിച്ച് ഒരു പൗരൻ അനുവദിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്കും ബാധകമാണ് എന്നിരിക്കെ ഒരു പെൺകുട്ടി താൻ മുൻപോട്ട് വെച്ച ചുവടുകളുടെ എണ്ണം എടുക്കാനെന്ന വണ്ണം തല കുപ്പിട്ടുകൊണ്ടും വേണം വഴിയെ നടക്കാനെന്നും അവർ ഒരിക്കലും വഴി മാറി നടക്കുകയോ ചുറ്റുപാടുകൾ കണ്ണോടിക്കുകയോ തല ഉയർത്താൻ പാടില്ല എന്നും അലിഖിത നിയമമാക്കിക്കൊണ്ടാണ് സദാചാര നീതി പ്രവർത്തിക്കുന്നത് എന്ന വസ്തുത കോടതിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുമ്പോഴും ഇത്തരം അന്തസ്സ് കുറഞ്ഞ സാമൂഹിക പരിതസ്ഥിതിയിൽ നരകയാതനയിൽ ജീവിക്കുന്ന സമയത്ത് ഇന്ത്യൻ നിയമങ്ങൾക്കൊരു മൂല്യവുമില്ല എന്നേതെങ്കിലും ഒരു ഇന്ത്യൻ സ്ത്രീ പൗര ആലോചിച്ചു പോയാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അതിനെ തെറ്റെന്ന് പറയാൻ കഴിയുമോ? സഹോദരൻ ചെയ്ത കുറ്റത്തിന് നിസ്സഹായരായ 2 സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കൊന്നു കളയുക എന്ന വിധി പറഞ്ഞ നാട്ടുകൂട്ടങ്ങളുടെ അധികാരത്തിന്റെ നടുവിൽ ഒരു സ്ത്രീക്ക് എന്ത് മാന്യതയാണ് ലഭിക്കുക എന്നും ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ ഗൗരവപൂർണമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു.
ബഹുമാനപ്പെട്ട കോടതി, എതിർഭാഗം വക്കീലിന്റെ വാദമുഖങ്ങളെല്ലാം കേസിന്റെ ചുറ്റുപാടിൽ നിന്നും വ്യതിചലിക്കുന്നതും കോടതിയുടെ മാന്യതയെ തന്നെ തള്ളിപ്പറയുന്നതുമാണെന്ന് ഇതിനാൽ ബോധ്യപ്പെടുത്തിക്കൊള്ളും. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ഇവിടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ ദൈന്യതയെ സംബന്ധിച്ച ഏതൊരു കാര്യവും ഈ കേസിന് പുറത്തുള്ളതല്ല. കാരണം എന്റെ കക്ഷി ഒരു സ്ത്രീയാണെന്നുള്ളത് തന്നെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരികതയുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ എതിർവാദങ്ങൾ അത്രയും വാമൊഴിയായും വരമൊഴിയായും പാഠങ്ങളായും നൂറുകണക്കിന് വ്യത്യസ്ത രൂപങ്ങളിൽ ജനഭാവനയിൽ നിലനിന്നു പോന്നിട്ടുള്ള പാരമ്പര്യങ്ങളെ കുഴിച്ചു വെച്ച് കിളിർപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എതിർഭാഗം വക്കീലിന്റെ വാദങ്ങളെല്ലാം അർഹിക്കുന്ന നിസ്സാരതയോടെ തള്ളിക്കളയേണ്ടവയാണ്. കാരണം ഭാരതീയമായ പൈതൃകങ്ങളെയും മാന്യതകളെയും പാരമ്പര്യങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള വാദം തന്നെ ആവൽക്കരവും സ്വാഭാവികമായും കോടതിക്ക് തള്ളിക്കളയാവുന്നതുമാണ്. പറയുന്ന കക്ഷികൾക്ക് വേണമെങ്കിൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാമല്ലോ. നമ്മുടെ ഭാരതത്തിൽ മാത്രമേ വർഷങ്ങൾക്ക് മുമ്പ് വിമാനം പറന്നിട്ടുള്ളൂ. ചരിത്രാതീത കാലം മുതൽക്കേ അണുവായുധം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അഭിമാനിക്കുക ഭാരത വനിതകളെ. പൗരനീതിയുടെ പേരിൽ, സ്ത്രീ സുരക്ഷയുടെ പേരിൽ മറ്റു രാഷ്ട്രങ്ങൾ നമ്മളെ ഉറ്റുനോക്കുന്നു. ഭാരതം ഭാരതം ഭാരതം. ബഹുമാനപ്പെട്ട കോടതി, എന്താണ് ഭാരതീയം? ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണാവകാശം ചോദ്യം ചെയ്യപ്പെടാവുന്നതാണോ? ഭിന്ന സാമൂഹിക വർഗങ്ങൾ അവരുടെ സാമുദായിക അഭിലാഷങ്ങൾക്കായിട്ടും പ്രത്യയശാസ്ത്ര താല്പര്യങ്ങൾക്കായിട്ടും ഒത്തിരിയേറെ പാഠഭേദങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവയെല്ലാം ഇന്ന് മറുപാഠങ്ങളായി മനുഷ്യത്വ പാഠങ്ങളെ തിന്നു തീർക്കുന്നു. എന്റെ വാദങ്ങൾക്കിടയിൽ കയറി ഇടപെടാൻ എതിർഭാഗം വക്കീലിനെ പ്രേരിപ്പിച്ച ചേതോ വികാരം അദ്ദേഹത്തിന്റെ സ്ത്രീ വിരുദ്ധമായ പുരുഷബോധമാണ്. ഇതിനെ ആർഷഭാരതീയം എന്ന പുകമുറയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് പിടിക്കുകയാണ്. ഞാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കക്ഷിയുടെ ദൈന്യമായ അവസ്ഥയുടെ ചുറ്റുപാടുകളെ വിശദീകരിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപേ ഒരിക്കൽ കൂടി വിവരിക്കേണ്ടി വരും. ശരി, തുടർന്നോളൂ. എന്റെ കക്ഷി ഒരു ഇന്ത്യൻ വംശജയല്ല എന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊള്ളുന്നു. നേപ്പാളിൽ ജനിച്ചു വളർന്ന എന്റെ കക്ഷി 2023 ഈ കേസിലെ പ്രതികളായ രമണനെയും അയാളുടെ സഹോദരൻ മദനനെയും പോണ്ടിച്ചേരിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. യുവർ ഓണർ, അന്യരാജ്യത്തെ പൗരത്വത്തെ കുറിച്ചുള്ള ഒരു വ്യവഹാരം സെക്ഷൻ 324, 325, 307 BNS പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്നും മാറ്റിവെക്കപ്പെടാവുന്നത്, തദ്വാര കോടതിക്ക് തള്ളിക്കളയാവുന്നവയുമാണ്. പറയുന്ന കക്ഷികൾക്ക് വേണമെങ്കിൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കാമല്ലോ. അമേരിക്കക്കാർക്കും ഇംഗ്ലീഷുകാർക്കും വേണ്ടിയുള്ള സെക്ഷൻ 56 ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അതെ, ഇന്ത്യക്കാരല്ലാത്തവരുടെ കാര്യങ്ങളിൽ നമ്മളുടെ കോടതി എന്തിന് ഇടപെടണം? അവരെയെല്ലാം ഇവിടെ നിന്ന് തുരത്തി ഓടിക്കണം. അവരെല്ലാവരും പൊക്കോട്ടെ. അല്ലെങ്കിൽ അങ്ങിലേക്ക്. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷി ജന്മം കൊണ്ട് നേപ്പാളിയാണെങ്കിലും വിവാഹം നടക്കുന്നതിന് മുൻപ് ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുള്ള ആളാണ്. എന്നിരിക്കെ മുൻവാദം നിലനിൽക്കുന്നതല്ല. സെക്ഷൻ 24 BNS അനുസരിച്ച് ഇന്ത്യക്കകത്ത് വെച്ചുണ്ടായ ഏത് കുറ്റകൃത്യത്തിനും മുഴുവനും ഇന്ത്യൻ കോടതിക്ക് ഇടപെടാവുന്നതാണ്. ബഹുമാനപ്പെട്ട കോടതി, നിർത്തോ. എതിർഭാഗം വക്കീലിനെ പറയാൻ അനുവദിക്കൂ. യു പ്രൊസീഡ്. പോണ്ടിച്ചേരി തീരത്ത് വെച്ചാണ് എന്റെ കക്ഷി ഈ കേസിലെ പ്രതികളായ രമണനെയും അയാളുടെ സഹോദരൻ മദനെയും കണ്ടുമുട്ടുന്നത്. ഹോട്ടൽ ബിസിനസ് എന്ന വ്യാജേന തെക്കൻ പോണ്ടിച്ചേരിയിൽ ഒരു ഹോട്ടൽ വാടകയ്ക്കെടുത്ത് അവിടെ കച്ചവടം നടത്തി വരികയായിരുന്നു മേൽപ്പറഞ്ഞവർ. അവർ അവരുടെ ജന്മനാട്ടിൽ കുറേയേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരും നിൽക്ക കണ്ണിയില്ലാതെ വന്നപ്പോ അവയിൽ നിന്നും താൽക്കാലികമായി ഒരു ഒഴിവിനായി രക്ഷപ്പെട്ടെത്തിയവരുമാണ്. നിലവിൽ ഈ പ്രതികളുടെ പേരിൽ സാമുദായിക സംഘർഷം വളർത്താനായുള്ള തീവെപ്പ് കേസുകൾ ഉൾപ്പെടെ മറ്റു വളരെയേറെ കേസുകൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. ഈ കേസിന് ആവശ്യമെന്ന പക്ഷം പിന്നീട് ആ കേസുകളുടെ വിശദാംശങ്ങൾ ഇവിടെ സമർപ്പിച്ചു കൊള്ളാമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട കോടതി, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? തെരുവുകളിലെ നാലാംകിട പ്രകടനങ്ങൾക്കുള്ള സ്ഥലമല്ല ഇന്ത്യൻ കോടതി.
പങ്കെടുക്കാറുള്ള രമണന്റെ പ്രണയാഭ്യർത്ഥനയ്ക്ക് ഗുസ്തി മത്സരം നടത്തി അതിൽ 7 പേരെ തോൽപ്പിച്ചു തന്നെ നേടിക്കൊള്ളൂ എന്നാണ് എന്റെ കക്ഷി ആവശ്യപ്പെട്ടത്. പരസ്യമായ വിവാഹം എന്ന ലക്ഷ്യത്തിലാണ് എന്റെ കക്ഷി അങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് വളരെ സ്പഷ്ടമാണ്. ഇതിൻ പ്രകാരമാണ് പോണ്ടിച്ചേരി തീരത്ത് രമണന്റെ കടയുടെ മുന്നിലുള്ള മണൽത്തട്ടിൽ വലിച്ചു കെട്ടിയ ടാർപോളിന് കീഴിൽ ഗുസ്തി മത്സരം നടന്നത്. കെട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യമുള്ളത് ചൂണക്കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വേണം. മനുഷ്യനെ വെല്ലുവിളിച്ച് പരക്കുന്നത് പേര് പറഞ്ഞില്ല. നീ എന്താ തല്ലോ? നീ എല്ലാവരുടെയും പേര് ചോദിച്ചാണോ ഈ മുഴുവൻ പേരെ വെല്ലുവിളിക്കുന്നത്? കുസ്തി മത്സരത്തിന്റെ നിയമങ്ങളെ ഞങ്ങളാ തീരുമാനിക്കുന്നത്. പെണ്ണെ, നിനക്ക് ഈ മരക്കൈകളെ കണ്ടോ വെല്ലുവിളിപ്പിക്കാൻ? നീ കണ്ടോ രാമായണൻ ഇപ്പൊ തന്നെ തോറ്റു തുന്നം പാടുന്നത്? നീ നോക്കിയിരുന്നോ? പാടാ. 2 പേരെ മലത്തിയടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത്. ആ എന്നെ തോപ്പിക്കാണ് നീ വന്നിരിക്കുന്നത്? വാട തുടങ്ങിക്കളയാം. അവന്റെ ചതി കണ്ടില്ലേ? കുസ്തിക്കടയിൽ കയറി ഫൗള് കാണിക്കുന്നോ? ഇവനെ ഇറക്കിട്ട് ഒന്നുകൂടെ പിടിക്കാമോ? തോറ്റത് സമ്മതിക്ക് പീറെ. എന്നിട്ട് തട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഒരു ന്യായാധിപൻ വന്നിരിക്കും. കുസ്തി മത്സരത്തിൽ ചതി കാണിക്കുന്നത് എവിടുത്തെ ന്യായമാ? തന്റെ വർത്താനം കേട്ടാത്തൊന്നും ലോകത്തുള്ളവർ മുഴുവൻ ഒരു ചതിയും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നേടുന്നത്. ഇറങ്ങി പോണം മിസ്റ്റർ. ഒരാളെ വിളിക്കണം. അങ്ങനെ 3-ാമനം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് തെമ്മാടിക്കാണ് മുന്നോട്ട് വരാനുള്ള ധൈര്യം? ചൂടിയുള്ളവർ വന്ന് എന്റെ തോൽപ്പിച്ച് കാണിക്കാം. രമണൻ രമണൻ രമണൻ, അവന്റെ ഒരു രമണൻ ചേട്ടൻ. നീ പോടാ പീറ ചെറുക്ക. നിനക്ക് ഞാനാരാണെന്ന് നീ ആരായാലും ജനിക്കേണ്ടതാ. ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് വാടാ. നേർക്ക് വാടാ. നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ഈ കൊട്ടേഷൻ കൊണ്ട പരിപാടികളെ കുറിച്ച് ഈ പോണ്ടിച്ചേരി തീരത്തുള്ള ആളുകൾക്ക് അറിയില്ലെന്ന് കരുതി കേറിയെങ്കിൽ വലിയ ആളാവല്ലേ? അപൂർവ ഇനം വിത്തിനങ്ങൾ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ പരിസ്ഥിതി പ്രവർത്തകനായ ജമ്പുരാജനെ ഇവൻ തലകീഴായി കിടന്ന് യോഗാസനം ചെയ്യുമ്പോ ഒളിച്ചു നിന്ന് വെട്ടിക്കൊന്ന തെമ്മാടികളല്ലേ നിങ്ങൾ? വിഷമരുന്നുകാരുടെയും അമ്പലവിത്തുകളുടെയും ലോബിക്ക് വേണ്ടിയല്ലേ അത് ചെയ്തത്? യുവരാജ് കൊലക്കേസിൽ നിന്നും തന്ത്രപരമായി നിങ്ങൾ രക്ഷപ്പെട്ടത് വർഗീയ സംഘർഷം എന്ന തുരുപ്പിലിട്ടിറക്കിയിട്ടല്ലേ? നാട്ടുകാരെ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ശുദ്ധ അസംബന്ധമല്ല ഇവൻ ഈ പറയുന്നത്. തെമ്മാടിത്തമ്മ ആളെ കൈയെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, പണത്തിന് മീതെ നിന്റെ ഒരു പരുന്തും പറക്കില്ല. അവിടെ നേർക്കുവാടാ, നേർക്കുവാ. ഇനി ഏതവരാണ് കുസ്തിക്ക് തയ്യാറുള്ളത്? കയറി വേണം. ഞാനും
ധൈര്യമുണ്ടോ? തൊഴുത്തിൽ ലക്ക് കെട്ട് തേർന്ന് കവിയാത്ത നീയാ. ഓടാക്കിയിട്ട് മേലെ ഉനക്കെന്നെ തെരിയുമാ? ഞാൻ കുടിക്കും, നീ കുടിച്ചെന്നിരിക്കും. ആദ്യം ചോദിക്കാൻ നീയാളാ. വാടാ. ഏ തമ്പി, കൊഞ്ചം ശീർഷ മേലെ ചൊല്ലുന്നോ? 7 പേരെ തോൽപ്പിക്കുന്നവന്റെ കൂടെ പുറത്തുവന്ന് ശിരീഷ ചേച്ചി സമ്മതിച്ചിട്ടുണ്ട്. കേസ് വിട്. ഏത് പൊമ്പളെ കിമ്പളെ, എനിക്ക് പൊമ്പളയല്ലേ. ഇവൻ ഈ സിംഗത്തെ വേണം, സിംഗത്തെ വേണം. ആ വാടാ. എല്ലാവരും പോച്ച്. ഏയ് തമ്പി, ഒരു ചാൻസ് കൂടി കിടക്കുവാ. ഇറങ്ങി 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 പോടാ കുടിയാ. ഇനി ആർക്കാണ് മുന്നോട്ട് വരാനുള്ള ധൈര്യം? ഇതാര്? വടക്കേ ഇന്ത്യൻ മധ്യ മുതലാളിയുടെ പുന്നാര വോട്ട്. നിങ്ങളും കളത്തിലിറങ്ങാൻ പോവുകയാണ്. നോക്കണമല്ലോ, നീയും നിന്റെ ആ ചേട്ടൻ വെറുതെ അങ്ങ് വെല്ലുവിളിച്ച് ഒന്നാമന്മാരായാലോ? വേണ്ട മുതലാളി, മധ്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തി കുമാരന്മാർക്ക് ഇതിലും വലുത് വരുമല്ലോ. ചെന്ന് നിന്റെ ചേട്ടനെ വിളിക്കണം. വാടാ. ഇനി ആർക്കാണ് 7-ാം ഫലം കടന്നു വരാൻ ധൈര്യം? ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ആരാണ് 7-ാം ഫലം തയ്യാർ? നമുക്കൊരു കൈ നോക്കിയാലോ? എന്നാ തട്ടിക്കറി ശക്തി തെളിയിക്കും. അങ്ങനെ 7 പേരെ വളർത്തിയടിച്ച് ഞാനിതാ ശിരീഷയെ കൊണ്ടുപോകുന്നു. കണ്ണ് തുറന്ന് കാടേ. ശിരീഷ, ഈ ഗോതയിലേക്ക് കടന്നു വരൂ. നിൽക്കണം രമണൻ. ഇവിടെ ഞാൻ ഈ റാഫേൽ കൂടിയുണ്ട്. എന്നോട് കൂടി ഒരു കൈ വലിച്ചിട്ടാകാം നിന്റെ ഈ വീമ്പ് പറിച്ച്. ഹോ, റാഫേൽ. വടക്കൻ പോണ്ടിച്ചേരിയിലെ ഗുസ്തിച്ചാമ്പ്യൻ. നിങ്ങളും വന്നിരിക്കുന്നു അല്ലേ? അതെ, എത്തിയിരിക്കുന്നു. ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനം. ഒരു കുഴപ്പമില്ല. പക്ഷേ മത്സരം കഴിഞ്ഞു പോയല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. നീ എങ്ങനെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ വരട്ടെ? ഇവിടത്തെ മത്സരം കഴിഞ്ഞോ ഇല്ലയെന്ന് ശിരീഷ പറയട്ടെ. ഒരു മത്സരത്തിന്റെ നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിയും വരെ മാറ്റപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ രമണനോടൊപ്പം ചേരുവാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു. ആർജവമില്ലാത്തവളെ, ഈ അപമാനിക്കലിന് നീ അനുഭവിക്കും. നോക്കിക്കോ, നിന്റെ അന്ത്യം ഇവനിൽ നിന്നു തന്നെ നിനക്ക് ലഭിക്കും. നീ അവന്റെ കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ആ കൈകളിലെ പാപക്കറ മുഴുവൻ കഴുകിക്കളയാൻ 7 കടലിലെ ജലം പോലും മതിയാകാതെ വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനോട് ഗുസ്തി പിടിക്കാൻ ആലോചിച്ചത് തന്നെ. കഷ്ടം. ഇനി വരാൻ പോകുന്നത് നിന്റെ കഷ്ടകാലമാണ്. ഈ ഞാനാണ് പറയുന്നത്, ഈ റാഫേലാണ് പറയുന്നത്. പാവം. കുതിരക്കുള്ളിൽ അളപ്പിച്ചു വെച്ച കഴുത ബുദ്ധി. ചെല്ല്, നിന്റെ വീരവാദം കൊണ്ട്
എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്ക്. നോക്കടി ശീർഷ, എനിക്ക് നിന്നെ വേണ്ടത് വെറും ഒരു പെണ്ണായിട്ട് മാത്രമല്ല. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കളികൾ വിജയിക്കാൻ കഴിയും. നോക്ക്, ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞാൽ ഞാനും എന്റെ അനിയൻ മദറിനും നീ ചേർന്ന് വടക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകും. അവിടെ എനിക്ക് കുറച്ച് കളികൾ ബാക്കിയുണ്ട്. നോക്ക്, പണവും അധികാരവും ഉണ്ടാക്കാൻ ഞാൻ പല വഴിയും സ്വീകരിക്കും. എനിക്ക് വേണ്ടത് പണവും അധികാരവുമാണ്. പണവും അധികാരവും. പരിശത്തിൽ കുടിക്കും തണ്ണീർ വഴിയിൽ നീങ്ങിടും ചിത്തം തൻ ഭാരമേന്തി നീങ്ങിടും ജ്ഞാനം അവളെ നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ കൈവിട്ടുപോയി. ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അവന്റെ തെമ്മാടിയായാണ് കാര്യങ്ങളെല്ലാം കുഴപ്പിച്ചത്. ഞാൻ നമ്മുടെ നിലമ്പടി ശാഖയെ പറ്റിയപ്പോഴാ ആ തെണ്ടി വന്നെ ചെവിയിൽ കൂടിയത്. തെണ്ടിയായ മകനാ, നീ കരുതിയിരുന്നോ? കൈക്കരുത്തിനെ കുറിച്ചുള്ള അവന്റെ അഹങ്കാരമാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അവളുടെ മുന്നിൽ വെച്ച് നാണം കെട്ടതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. താങ്കൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളുടെ 10 മക്കളുടെ ശക്തിയുണ്ട് എന്റെ ഒരു കൈക്ക് എന്ന് വച്ചാൽ അവളെ കണ്ടിട്ടു മാത്രമല്ല ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്ത് കളയാമെന്ന് കരുതിയത്. പിന്നെ എന്താ, പോണ്ടിച്ചേരി തീരം നന്നാക്കി കളയാമെന്ന് കരുതിയുണ്ടാണോ? ഈ പോണ്ടിച്ചേരി തീരത്ത് വന്നു നിന്നുകൊണ്ട് അവർ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ലെന്നുണ്ടോ? ഈ തീരം മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തിക്കും പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ വിശ്വാസ വിദ്വേഷത്തിന്റെ കാര്യത്തിലല്ല. ആ ദ്രോഹികൾ ഇവിടെ കാലുകുത്തിയതിനു ശേഷം പലയിടങ്ങളിലും അതിന്റെ അലയൊലികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ശരിയാണ്, അവനെ കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വടക്കൻ മേഖലയിൽ എവിടെയോ ട്രെയിനിന് തീ വെച്ചുകൊണ്ടുള്ള പകൽക്കൊള്ള അവന്റെ ബുദ്ധിയായിരുന്നു എന്ന്
വന്നൊരു വ്യാപാരി പറഞ്ഞിരുന്നു. അതെ, അവനെ ഇവിടെ നിന്ന് തുരത്തുക എന്നത് ഈ തീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ശരിയാണ്, ഞാൻ രാഘവനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ എങ്കിലും എനിക്ക് അവിടേക്ക് വരുമ്പോൾ ശിരിശയിൽ ശ്രദ്ധ വന്നിരുന്നില്ല. പക്ഷെ പരാജയം അതെന്നെ നാലായി പിളർത്തിയിരിക്കുന്നു. അതെ, ഇത് റാഫേലാണെങ്കിൽ ആ ശിരിശ എന്റെ മുന്നിലെത്തിയിരിക്കും. ഒരു കോളുണ്ട്. ആ സുർഗി അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. അവനെ കുറിച്ച് ഓർക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വൃത്തികെട്ട നായ. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരട്ടെ. പോലീസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ് കൊല്ലാൻ നടന്ന കാലത്ത് എന്റെ അനിയനാണല്ലോ എന്ന് കരുതി രക്ഷപ്പെടുത്തി നടന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ടിപ്പോ അവൻ അവന്റെ കാലിൽ നിൽക്കാനായപ്പോ അവൻ എന്നെ തന്നെ ഒറ്റി. നിങ്ങൾ വിഷമിക്കാതെ, അല്ലെങ്കിൽ വിട്ടുകളെ. അവൻ അവന്റെ ജീവിതം ജീവിക്കട്ടെ. ഇല്ല, ഞാൻ അവൻ എന്നോട് എന്താണ് ചെയ്തത്? ഒരു സഹോദരനായിട്ട് മാത്രമാണോ ഞാൻ അവനെ സ്നേഹിച്ചത്? പോകട്ടെ, അതൊന്നും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യില്ല ചേട്ടാ. നിനക്ക് എന്റെ ആളുകളെ ഒറ്റിക്കൊടുക്കാൻ കഴിയുമല്ലേ? അതിന് നീ തന്നെ. അത് ഞാനല്ല ചേട്ടാ. എനിക്ക് പിന്നെ ആരാണ് എന്റെ ആളുകളെ വടകിലെ നാവികസേനയ്ക്ക് ഒറ്റുകൊടുത്തത്? ഈ തീരം അതെന്റെ കൃഷിയിടമാണ്. അതിനു വേണ്ടത്ര കപ്പം കൊടുത്താണ് ഞാൻ എന്റെ ബിസിനസ് സാമ്രാജ്യം ഉയർത്തിയത്. പക്ഷെ നീ നോക്കൂ സുർഗി, ഇനിമേൽ ഈ വില്ലനാർ ഫ്രാൻസിസിന് നിന്നെ പോലൊരു അനിയനില്ല. തീറ്റ കൊടുത്തു വളർത്തിയ കൈക്ക് ജീവനെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം, അല്ലാതെ നീ അത് അർഹിച്ചിട്ടല്ല. പോ, ഇനിമേൽ ഈ തീരത്ത് കണ്ടുപോകരുത്. പോ, പോകാൻ. വിടരുതായിരുന്നു വില്ലി സാബ്. അവർ ശത്രുപക്ഷത്താണെന്ന് അറിയുന്നതല്ലേ? അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിട്ടേച്ചത്. ശത്രുവിനെ വെറുതെ വിടുന്നത് മടയത്തമാണ്. പക്ഷെ അവൻ ഞാൻ എന്റെ കൈവെള്ളയിൽ വച്ച് വളർത്തിയവനായി പോയി. നിങ്ങൾക്കറിയോ, എന്റെ ദുഃഖം വിരക്തിയാണ്. ശത്രുവിനെ നേരിടാൻ ഭയമുള്ളവരല്ല ഈ വില്ലനോ. പക്ഷേ ഉള്ളിൽ നിന്ന് തന്നെ ചിറകരിഞ്ഞാലോ? നമ്മുടെ ഈ കച്ചവടത്തിന് പോണ്ടിച്ചേരിയോളം തന്നെ വലിപ്പമുണ്ട്.
ചരിത്രവുമുണ്ട്. ലോകം മുഴുവൻ എന്നെ അതോ ലോക സന്തതിയായി കരുതിക്കൊള്ളട്ടെ, എനിക്കത് പുല്ലുവിലയാണ്. പക്ഷെ ഇവൻ പോകട്ടെ, പോയി മറ്റുള്ളവർക്കിടയിൽ ജീവിക്കട്ടെ. അപ്പോഴറിയാം പുറം ലോകം എന്താണെന്ന്. സ്വന്തം സഹോദരനെ വരെ ചതിച്ചവനെ ബുദ്ധിയുള്ള ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. ഒരു വംശത്തിന്റെ വേറെടുക്കുവാൻ അതിനുള്ളിലുള്ളവനെ കഴിയൂ. അതല്ല വില്ലിസ, നിങ്ങൾ എന്തിനു പരിഭ്രമിക്കണം? ഈ സാമ്രാജ്യം ചതികൾ കൂടി നിറഞ്ഞതാണെന്ന് അറിയാത്തവരല്ല നിങ്ങളാരും. അതുകൊണ്ട് പോയി നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാണ്. തെരേസ, കൗണ്ടറിലെ കണക്കുകൾ ഇന്ന് നിനക്കുള്ള. രാവിലെ വിശദമായി സംസാരിക്കും. ഇനി കുറച്ചു കാലത്തേക്ക് എനിക്ക് കണക്കുകളൊന്നും നോക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അടുത്ത് വാടാ. എന്താണ് ദൂരെ പോയി മാറി നിൽക്കുന്നത്? ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്കടാ, അപ്പൊ അറിയും സുൽഫി ആരാണെന്ന്. ഓടാ വീണച്ചെറുക്ക. എന്റെ കൈ കൊണ്ട് വായിക്കുന്നതല്ലാതെ വേറെ എന്താണ് നിന്റെ ഈ തടിയിലുള്ളത്? ഏയ്, നീ എന്റെ ചേട്ടനാന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ വന്നു. ശവമേ! നാണമില്ലല്ലോടാ, ചതിയപ്പെടുത്തി നിൽക്കുന്നു. നീ ആ മദനനെ കണ്ടുപിടിക്കും. സ്വന്തം സഹോദരനെ എങ്ങനെ കാണണമെന്ന് അവൻ നിന്നെ പഠിപ്പിക്കും.
ഭാര്യ ഉൾപ്പെടെ എല്ലാം അങ്ങയുടെ കാരുണ്യം. കച്ചവടത്തിൽ കാരുണ്യത്തിന് സ്ഥാനമില്ലടോ. ഇപ്പോ നീ ഇവന്റെ ബാറിലേക്ക് പോ. നാളെ മദനൻ നിന്റെ ബാറിലേക്ക് വരും. എനിക്ക് കുറച്ച് പണം കൂടി ആവശ്യമുണ്ട്. എല്ലാം പറഞ്ഞതുപോലെ. അപ്പൊ ശരി, ഇപ്പോൾ നമുക്ക് പിരിയാം. നാളെ മുതൽ എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ റാഫേലിനുള്ള പണി ആരംഭിക്കുക. ചുംബിക്കൂ. കൊള്ളാലോ, അച്ഛൻ്റെ അതേ വിധം. ഞാനൊരു പാവമാണ് കൊച്ചനെ. അവനൊരു ചങ്കൂറ്റം കണ്ടില്ലേ? ആ ഫാദർ, കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് തെരേസ്യയെ സുർഗിയുടെ കൈ പിടിച്ച് ഏൽപ്പിച്ചേക്ക്. അല്ല രമണ? രമണനല്ല, രമൺജി. പറഞ്ഞത് മനസ്സിലായല്ലോ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഫാദർ, ഇത് വളരെ ലളിതമായ ചടങ്ങല്ലേ. ഇവരിങ്ങനെ അനാഥരാക്കി നിർത്തിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പിരിഞ്ഞു പോകാൻ കഴിയുമോ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. സുർഗി, ഞാൻ എന്റെ വാക്കുകളെല്ലാം പാലിച്ചിരിക്കുന്നു. അപ്പൊ ഫാദർ, തെരേസയും സുർഗിയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവാം. അവളുടെ കൈ പിടിച്ചിറങ്ങണ സുർഗി. ഇന്ന് നിങ്ങളുടെ ആഘോഷം ഞങ്ങളുടെ ബാറിൽ തന്നെ. ഇതവരുടെ കുടുംബ പ്രശ്നം. നാട്ടുകാരാണെന്ന് കരുതി തലയിടാൻ നോക്കിയാണ്ടല്ല. ആർക്കാടാ അതിനെത്ര ധൈര്യം? ആർക്കാ ധൈര്യം? പാടാ തുറക്കി.
ബിസിനസ് ആരംഭിക്കുകയല്ലേ ചെയ്തത്. പിന്നീട് രമണനുമായി ചേർന്ന് തികച്ചും മാന്യമായ ഒരു ബിസിനസ് ശൃംഖല ആരംഭിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇതൊന്നും തന്നെ ഈ കേസിന്റെ പരിധിയിൽ വരുന്നതേയല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. തികച്ചും തെറ്റായ ഒരു വാദമാണ് അദ്ദേഹം ഇവിടെ നിരത്തിയിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. അതിൽ പ്രധാനമായ ഒരു കാര്യം, പ്രതിയായ രമണന് ഈ സംഭവത്തിന് ശേഷം റാഫേലുമായിട്ടുണ്ടായ സകല ഏറ്റുമുട്ടലുകൾക്കും വേണ്ടി പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത് സുർഗി ഫ്രാൻസിസ് ആണ് എന്നാലോചിക്കണം. വിലനോർ ഫ്രാൻസിസിനെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ സ്വീകരിക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളായിരുന്നു രമണൻ മുന്നോട്ട് വെച്ചിരുന്നത്. അതിലൊന്ന്, പ്രതിഫലമായി ഇത് സംബന്ധമായ കേസ് നടത്താനും കച്ചവടം ഉയർന്നു വരും വരെ നിലനിൽക്കാനും ആവശ്യമുള്ള തുക സുർഗി രമണന് നൽകുക. അതിനുവേണ്ടി തെരേസയെ ബലമായി വിവാഹം കഴിപ്പിച്ച് നൽകാമെന്നും രമണൻ പറഞ്ഞിരുന്നു. തികച്ചും അനാവശ്യമായ കുറ്റാരോപണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സുർഗി ഫ്രാൻസിസിന് വില്ലനോർ ഫ്രാൻസിസിന്റെ ഭാര്യയുമായി മുമ്പ് തന്നെ ഒരു രഹസ്യബന്ധമുള്ളതായി ആ കേസിലെ 6, 7, 8, 11 സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരോട് ഈ കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവരുടെ കുടുംബകാര്യങ്ങൾ എന്തിനാണ് ഇവിടെ വലിച്ചിഴക്കുന്നത്? വാദിഭാഗത്തിൽ തുടരാം. സുർഗി ഫ്രാൻസിസിന് രമണനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ കേസിന്റെ പരിധിയിൽ പെടുന്നതായതിനാലാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലേക്ക് അത് പരിഗണനയ്ക്ക് വെക്കുന്നത്. ഈ ഹീനകൃത്യത്തിൽ പങ്കാളിയാകുന്നത് വഴി വലിയൊരു തുക കൊട്ടേഷൻ തുകയായി രമണൻ കൈപ്പറ്റിയിട്ടുമുള്ളതാണ്. ആ രേഖകൾ ഇതാ കോടതിക്ക് മുൻപാകെ വെക്കുന്നു. ചെയ്യാം. പക്ഷേ എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. ഈ തീരത്തെനിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. തകർന്നു മണ്ണടിഞ്ഞു പോയ ഒരു പറ്റം ജനതയെ തിരിച്ചു കോർത്തു പിടിച്ചത് വെറുതെയല്ല. ഞാൻ ഈ തീരത്ത് തെണ്ടി നടന്നു വളർന്നവനാ. മുക്കുവർ കളയുന്ന ചെറുമീനിടത്ത് ചുട്ടുതിന്നും ഉപ്പത്തൊട്ടിയിൽ കൈയിട്ടും തിന്നിട്ടുണ്ട്. അങ്ങനെ വളർന്ന ശരീരമാ. എന്താ നിനക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പോയിക്കോ. നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇന്നലെ എവിടെ പോയതായിരുന്നു? ഞാൻ ആ ശിരിഷയെ തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടു പോരുകയോ? മനസ്സിലായില്ലേ? കൂടെ കൂട്ടിക്കൊണ്ടുപോന്നെന്ന്. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ?
തട്ടിക്കൊണ്ടു പോന്നുവെന്ന് മയക്കുമരുന്ന് ഗുണ്ടായിസം ഇപ്പോൾ ഇതാ കിഡ്നാപ്പിംഗ്. ഇത് കിഡ്നാപ്പിംഗ് ഒന്നുമല്ല. അവൾ എന്റെ കൂടെ വേണം. തൽക്കാലം നീ അത്രയും അറിഞ്ഞാ മതി. അതിൽ വെറുതെ കൈ കടത്തരുത്. കൈ കടത്തരുതെന്നോ? ഭർത്താവ് അന്യ സ്ത്രീയെ തട്ടിക്കൊണ്ടു വരുന്നത് കണ്ട് ഞാൻ ഇവിടെ മിണ്ടാതിരിക്കണമെന്നല്ലേ? പറയേ, ഞാൻ നിങ്ങളുടെ ആരാണെന്ന്? നീ എന്റെ ഭാര്യയാണ്, എന്റെ എല്ലാമാണ്. എന്നിട്ട് നിങ്ങൾ മറ്റൊരു തീ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് ഞാനിവിടെ ഒരു മൂകസാക്ഷിയായിരിക്കണമെന്നല്ലേ? അനാവശ്യം പറയാതെ. നീയും അവളും രണ്ടർത്ഥങ്ങളാണ്. എന്തർത്ഥങ്ങൾ? നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ അവളോട് എനിക്ക് വെറും കാമമാണുള്ളതെങ്കിൽ അത് തീർക്കാൻ ഇത്രയും ദൂരം കാട്ടുപാതകൾ താണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നെറികേട് കാണിക്കില്ല ഞാൻ. അവൾ എന്റെ കൂടെ വേണം, ഈ മണ്ണിൽ എന്റെ ഒപ്പം. ബാക്കിയെല്ലാം നീ വഴി പോലെ അറിഞ്ഞാ മതി. അവളെ എവിടെയാണ്? ഏത് വൃത്തികെട്ടവന്മാർക്കാണ് നിങ്ങൾ അവളെ വിറ്റത്? തെമ്മാടിത്തരം പറയുന്നു. വിറ്റതോ? പിന്നെ അവളെ ഞാൻ വടക്കത്തെ ബംഗ്ലാവിൽ താമസിപ്പിച്ചിട്ടുണ്ട്. നീ സംശയിക്കണ്ട. എന്റെ അനിയൻ മത്തീസിനെ അവളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് അവളോട് വെറും അഭിനിവേശമായിരുന്നെങ്കിൽ അവളെ നോക്കാൻ ഞാൻ മത്തീസിനെ ഏൽപ്പിക്കുമായിരുന്നു. ഒരു കാര്യം മാത്രം ഓർത്തു, നിന്റെ പോലൊരു ഭാഗം അഭിനയിപ്പിക്കാനല്ല ഞാൻ അവളെ കൊണ്ടുവന്നത്. എന്റെ സ്വസ്ഥതയെല്ലാം ചുട്ട് ചാമ്പലാക്കാനായി അവൾ അവിടെയുണ്ട്. അവിടെ വടക്കത്തെ ബംഗ്ലാവിൽ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച് വേറെയും ചില കേസുകളിൽ പ്രതികളാണ് മേൽപ്പറയുന്നവർ. ജ്യേഷ്ഠാനുജന്മാരായവർ പ്രതികളായ കേസുകളിൽ ഒന്ന് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സ്വന്തമായ അഭിപ്രായങ്ങളില്ലാത്തവരും മറ്റുള്ളവർ പറഞ്ഞാൽ കൊല്ലാൻ പോലും മടിക്കാത്തവരുമായ ഈ പ്രതികൾ ഒരു ഗവേഷകയായ SR അനഘ എന്ന പെൺകുട്ടിയെ മലമ്പ്രദേശത്ത് വെച്ച് ആക്രമിക്കുകയും അവളുടെ മൂക്കിടിച്ച് ചതയ്ക്കുകയും മുലഞ്ഞെട്ടുകളിൽ ക്ലിപ്പുകൾ പിടിപ്പിച്ച് പീഡിപ്പിക്കുകയും ചെയ്യുന്ന വിരുദ്ധന്മാരാണ്. അതിന് ഇവർ നിരത്തിയ ന്യായം SR അനഘ എന്ന പെൺകുട്ടി ഇവരോട് സ്ത്രീപക്ഷവാദം ഉന്നയിച്ചു എന്നത് മാത്രമായിരുന്നു. ആ കേസിൽ അന്ന് അവൾ ആദിവാസി ആയതിനാലാണ് എന്നൊറ്റ വാദം കേട്ട് അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാതെ ഈ പ്രതികളെ വെറുതെ വിട്ടുവെങ്കിലും പിന്നീട് പെൺകുട്ടി നേരിട്ട് കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഈ വിഷയം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ പ്രതികൾക്ക് അത്ര വലിയ പിൻചരിത്രം ഉള്ളവരോ അത്ര വലിയ ധാർമ്മിക ബോധം പുലർത്തുന്നവരോ അല്ല എന്നതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എത്ര കുഴപ്പക്കാരാണെന്ന് തെളിയിക്കാൻ മാത്രം ശക്തമാണോ ഈ പറയുന്ന കേസ്? തീർച്ചയായും കോടതിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിനായി അതിവിടെ വിശദീകരിക്കാം. ആദിവാസി പെൺകുട്ടിയായ SR അനഘ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു. അവർ തന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡേറ്റ കളക്ഷനായിട്ടാണ് ആ മലഞ്ചെരുവിലെത്തിയിരുന്നത്.
കാണിക്കണേ ഇങ്ങനെ ഒരു കാമാന്തൻ അവള് ആരാണാ വിചാരം ആദിവാസിയാ വേഷം പേര് കണ്ടിട്ട് ചാടി വീണോളൂ അതിന് ഞാൻ അവളെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. കെട്ടാനോ പറഞ്ഞു വിടടായി ബാക്കിയൊക്കെ. നിങ്ങൾ രണ്ടും ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാന്ന് പറയാൻ തന്നെ നാളാവാ പോയി പറയടാ. നീ ഒന്ന് പോയേ മേനക്കെടുത്താനായിട്ട്. കൊള്ളാം മിസ്റ്റർ മദനൻ, എനിക്ക് കാര്യമെല്ലാം മനസ്സിലായി. അല്ലെങ്കിലും നീയൊന്നും എത്ര കാലം കഴിഞ്ഞാലും നന്നാവില്ലടോ. എന്റെ ദേഹത്തും നിന്റെ ദേഹത്തും ചുമന്ന ചോരയാണെന്നെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി സാമൂഹിക ബോധം വേണം. ഈ കാടിന്റെയും മണ്ണിന്റെയും മണവും അന്തസ്സുമൊന്നും നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാകില്ല മദന. അല്ലെങ്കിലും മറ്റുള്ളവര് പറയുന്നത് കേട്ട് കൊട്ടേഷൻ നടത്തുന്ന നിനക്കും നിന്റെ ചേട്ടനും എന്തോന്ന് പ്രകൃതി, എന്തോന്ന് മനുഷ്യത്വം. നിന്നെ ഇപ്പൊ കാണുമ്പോട്ടല്ലോ എനിക്കൊരു ചൈനീസ് സിനിമയാണ് ഓർമ്മ വരുന്നത്. നെഞ്ചിൽ വെടിയേറ്റ് മരിക്കുമ്പോഴാ കൊട്ടേഷൻ ഗുണ്ടകള് മുകളിൽ ആകാശമുണ്ടെന്ന് കാണുന്നത്, അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണുന്നത്. നിന്നെ നിന്റെ ചേട്ടനെ പോലെ ചിലക്കാതെ വിട്ടുപോടി. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോ? ആരായി ഞങ്ങള്? നെഞ്ചില് തൂക്കിയ നൂലിന്റെ കനം പറഞ്ഞ് അഹങ്കരിക്കുന്ന ഈ വികടന്മാര്, അതോ ആ കച്ചവടക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന നീയും നിന്റെ ചേട്ടനുമോ? ചുമ്മാ ചിരിപ്പിക്കാതെ മകനാ. ശരിയാണ്, ഞാനൊരു ആദിവാസിയാണ്. പക്ഷെ എനിക്കും ഇന്ത്യയിലെ പൗരന്റെ നിയമങ്ങൾ ബാധകമാണെന്ന് നിനക്കറിയാമോ? അത് അംഗീകരിച്ചു തരാൻ ഒരു ചെറിയ വിഷമമുണ്ടല്ലേ? അതാ നിന്റെ പ്രശ്നം, അതാണ് അവന്മാരുടെ പ്രശ്നം. നീ ഇപ്പൊ വിളിച്ചതേ അത് നിന്റെ സംസ്കാരം. ഞാനൊരു ഗവേഷകയായത് നിനക്കിപ്പോ തീരെ സഹിക്കുന്നില്ല അല്ലേ? എടോ മദന, എനിക്ക് ഈ കാടും ഇന്ത്യയും മനസ്സിലാകുന്നത് പോലെ നിനക്കും നിന്റെ ചേട്ടനും 100 വർഷം ജീവിച്ചാലും കഴിയില്ലടോ. ഈ കാട്ടുചെമ്പകങ്ങൾ പൂക്കുന്ന സമയം നിനക്കറിയാമോ? ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് നിനക്കറിയാമോ? ഈ ചെമ്പകക്കാറ്റ് ഊറ്റിയെടുക്കാൻ എനിക്ക് ഈ മണ്ണിൽ കിടന്നാൽ മതിയാകും. എന്റെ വിയർപ്പ് ചേർന്നാണ് ഈ മണ്ണ്. നിനക്കൊക്കെ ഇതെല്ലാം സത്യശാമള കോമള സ്വച്ഛ ഭാരതം എന്നൊക്കെ വിളിക്കാം, വേണ്ടത്ര ഊറ്റിയെടുക്കാം, കുടുംബ മഹിമ പറഞ്ഞ് മാനിനെ സ്വന്തമാർജിക്കാം. അല്ലെങ്കിൽ നീയൊക്കെ എന്റെ നിറവും കുലവും പറഞ്ഞ് അപമാനിക്കാനുള്ള നിന്റെ ഈ ശ്രമത്തെ വെറും വിവരക്കേടായേ ഞാൻ കാണൂ. ഇടോ മകന, തനിക്കൊക്കെ ഇനിയെങ്കിലും കുറച്ച് നന്നായിക്കൊള്ളടോ. കാലം മാറിയടോ. എവിടെ അല്ലെങ്കിലും കൊട്ടേശ്വരം മയക്കുമരുന്നുമായി നടക്കുന്ന നിനക്കൊക്കെ എന്താണ് മാന്യത? ഉന്നത കുലജാതന്മാരാണത്രേ തേങ്ങാ കൊല. നിനക്ക് ചോടയുണ്ടെങ്കിൽ അവരിവിടെ വിളിച്ചു നിർത്തി എന്നെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ? ഇല്ലെങ്കിൽ നീ നിന്റെ പണിയാപ്പോ. ജാതി കുഷ്മാണ്ഡങ്ങൾക്കൊപ്പം ജീവിക്കുന്നതിൽ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ്. നാണമില്ലോടാ ശപ്പ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കണായിട്ട്. ഇവിടെന്മാരുടെ നാക്ക് പിഴുതെടുക്കണം. വളർന്നു വളർന്ന് തല കറിയിക്കുക. എന്തിനാണ് ബഹുമാനപ്പെട്ട കോടതി, പിന്നെ അവിടെ നടന്നത് വിവരിക്കുക അസാധ്യമാണ്. ഒരു സ്ത്രീയുടെ പരിഗണനയൊക്കെ പുസ്തകത്തിലേ ഉള്ളൂ. ജാതി പേര് വിളിച്ച് അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി, മൂക്കിടിച്ച് ചതച്ച്, മുലഞ്ഞെട്ടുകളിൽ ക്ലിപ്പുകൾ പിടിപ്പിച്ച് നഗരമധ്യത്തിലേക്ക് ഇറക്കി വിട്ടു.
ശിക്ഷയ്ക്ക് പകരമാവില്ല. അവൻ വരണം, രമണൻ ഇവിടെ വരണം. നിങ്ങളെന്ത് വിഡിത്തമാണ് കാണിച്ചു കൂട്ടുന്ന റാഫേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞു പരിഹരിക്കാൻ കഴിയില്ല. തൽക്കാലം അത്രയും മതിയാണ്. ഇതൊക്കെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല റാഫേൽ സാബ്. ആ രമണയും അതിനെയും അത്ര വില കുറിച്ച് കാണുന്നുണ്ട്. പുരാതനമായ ചരിത്ര സ്മാരകങ്ങളോ ആരാധനാലയങ്ങളോ പോലും ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്ത് കളയാൻ മടിയില്ലാത്ത കൂട്ടക്കാരാണ് അവർക്ക് പിന്നിലുള്ളത്. നാടിനെ പിഴിയാൻ മടിയില്ലാത്ത കച്ചവടക്കാരും അധികാരമോഹികളും. നീ എന്താ പോണ്ടിച്ചേരിയെ പറ്റി എന്നെ പഠിപ്പിക്കാൻ വന്നതാണോ? പോണ്ടിച്ചേരിക്ക് ഇതിനേക്കാൾ വലിയ കഥകൾ പറയാനുണ്ട്. നിങ്ങൾക്കറിയാമോ, കൃത്യമായി പറഞ്ഞാൽ 123 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യത്തിനായി ഇളകി മറിഞ്ഞിരുന്ന ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ റോബർട്ട് ടാഷെ വെടിവെച്ചു കൊന്ന മണ്ണാണിത്. തിരുനെൽവേലി ജില്ലാ കലക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായിരുന്ന റോബർട്ട് ടാഷെ ചെങ്കോട്ടക്കാരൻ വൈദ്യനാഥ് അയ്യർ വെടിവെച്ചു കൊന്ന സ്ഥലം 1911. നീയൊക്കെ എന്താ വായി പൊളിച്ചിരിക്കുന്നേ? ഈ തീരത്തിന് അങ്ങനെയും ചില ചരിത്രമുണ്ട്. മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ സമയത്ത് മജിസ്ട്രേറ്റ് സഞ്ചരിച്ചിരുന്ന കമ്പാർട്ട്മെന്റിലേക്ക് നേരിട്ട് കയറി ചെന്ന് അയാളുടെ നെഞ്ചത്ത് നിറയൊഴിച്ച് കൊന്നിട്ട് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പോക്ക് വായിൽ തിരികി ആത്മഹത്യ ചെയ്ത വഞ്ചിനാഥന്റെ മണ്ണ് വെള്ളക്കാരെ വെല്ലുവിളിച്ച് ചിദംബരം പിള്ള എന്ന സേനാനി തൂത്തുക്കുടി മുതൽ കൊളംബോ വരെ സ്വദേശി കപ്പലോടിച്ച മണ്ണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരം എന്ന് വെച്ചാൽ ഇവനൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ഈ കൊട്ടേഷൻ പണി ആയിരുന്നില്ല. ഇന്ന് അതേ തീരത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവർക്കായി കൊട്ടേഷൻ പണി ചെയ്യുന്ന ഇവനൊക്കെ ആരും ഭയക്കണം. നിങ്ങൾക്കെതിരെ പ്രചരിക്കുന്നത് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണമാണ്. മതത്തിന്റെ ശുദ്ധശക്തികളാണ് അവർക്ക് പിന്നിലുള്ളത്. പോകാൻ പറയണോ അവരുടെ പുറകിലുള്ള ശക്തികളോട്? നാടിനെ പിഴിയുന്ന കച്ചവടക്കാരായവരെക്കാൾ നമ്മൾ തന്നെയാണ് നല്ലത്. എന്ന് വന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും സാർ. പക്ഷെ അതല്ല കാര്യം. സംഭവങ്ങൾ അത്ര ലളിതമല്ല സാർ. ഇപ്പോൾ തന്നെ ആ വില്ലനൂറിന്റെ അനിയൻ സുർക്കി രമണനുമായി കൂട്ടുകൂടിയിരിക്കുകയാണ്. അറിയാലോ, നമ്മുടെ കടൽക്കരയെ പറ്റി അവനറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല. അതിന് ഞാൻ എന്ത് വേണം? ഈ തീരം വിട്ടു പോണോ? എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം. അങ്ങേ വിട്ട് ഞങ്ങൾ എങ്ങും പോകില്ല സാർ. ഞങ്ങൾ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ അത്ര പാകമല്ല എന്നാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെണ്ണിന് വേണ്ടി ഇത്രയും കോലാഹലം വേണ്ടിയിരുന്നില്ല. പിന്തിരിയാൻ പറ്റിയൊരു മത്സരത്തിലല്ല ഞാൻ ശിരിശയെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിലെ ഒരു കുറ്റബോധം കൂടി ഉണ്ടായിരുന്നു. തൽക്കാലം അത് വിവരിക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷെ ഇതെല്ലാം അവസാനിച്ചാൽ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ റാഫേൽ പറയും അവൾ എനിക്കാരായിരുന്നു എന്ന്.
ബംഗ്ലാവ്. പള്ളിവാസൽ സ്ട്രീറ്റിൽ നിന്നും മെത്തന്ന സ്ട്രീറ്റിലൂടെ വന്നാൽ കാര്യങ്ങൾ എളുപ്പമാണ്. അതായത് MG റോഡിൽ നിന്നും വലത്തേക്ക് തിരിയുക. കടലിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് എന്റെ ബിസിനസ് സംഘം എപ്പോഴും ഉള്ളത്. അപ്പോ കാര്യങ്ങളെല്ലാം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. എത്തിയോ? വരണം വരണം. രമണൻ സാർ, ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? പരിചയപ്പെട്ടതായി ഓർക്കുന്നില്ല. ഇല്ല, പരിചയം കാണില്ല. പക്ഷേ ഇദ്ദേഹത്തിന് സാമിനെ നന്നായി അറിയാം. നിങ്ങളുടെ ഒരു ആരാധകനാണെന്ന് കരുതിക്കോ. നിങ്ങളെ കാണാൻ വേണ്ടി സമയം തരപ്പെടുത്തി തരുമോ എന്നോട് ചോദിച്ചിരുന്നു. തരപ്പെടുത്തി തരാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ആരാണെന്ന് പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ കഥാനായകൻ റാഫേലിന്റെ ഇളയ സഹോദരൻ വറീദ്. യൗവനത്തിൽ ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട്. അലഞ്ഞങ്ങ് നേപ്പാൾ വരെ വന്നിട്ടുണ്ട്. ഓർമ്മകളിലെ ആ കുറ്റബോധത്തിന്റെ മഹാപ്രകടനത്തിൽ നിന്നുമാ നീ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. സത്യത്തിൽ ദേഷ്യം വരുമ്പോ നിന്റെ മുഖം കാണാൻ എന്ത് രസാ. എനിക്ക് വെറും ഇഷ്ടം കൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് നീ കരുതുന്നുണ്ടോ? നിർത്തടി. അങ്ങനെ ഭ്രാന്തമായി അലഞ്ഞു നടന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്. തൽക്കാലം നീ അത്രേ പറഞ്ഞാൽ മതി. എനിക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഞാനിരിക്കുന്ന ഈ നഗരത്തിൽ ഞാൻ ഉള്ളിടത്തോളം കാലം നീ ഉണ്ടാവണം. എന്റെ കൺവെട്ടത്തു തന്നെ. അതെന്റെ ശത്രുക്കളുടെ കൂടെയല്ല, എന്റെ കൂടെ തന്നെ.
ഒരു നിയമമേ ഉള്ളൂ, ശത്രുവിനോട് ദയ കാണിക്കരുതെന്ന്. ഇനി മുതൽ ഈ സംഘത്തിന്റെ തലവനായി ഞാൻ നിന്നെയാണ് കാണുന്നത്. എല്ലാം അങ്ങയുടെ തീരുമാനം പോലെയായി. ചേട്ടനെ ഒറ്റ കൊടുക്കുന്നവനാ, അവനെ നമ്പുന്നത് അത്ര നല്ലതാകില്ല. എനിക്കറിയില്ലേ സഹോദര, അല്ലെങ്കിൽ ഇവന്മാർ തെക്കന്മാരല്ലേ? അപ്പൊ ശരി, നമുക്കിപ്പോൾ പിരിയാം. ശവമായി പോയെങ്കിലും ഇവനോട് രണ്ട് പറയാതെ പോകുന്നത് എങ്ങനെയാ? അപ്പോഴേ ഞാൻ എന്റെ പെണ്ണിനെ അങ്ങ് കൊണ്ടുപോവുക. ഇവനെ കെട്ടിയെടുത്തതിന്റെ ഓർമ്മക്കായിട്ട് ഞാൻ ആ വണ്ടി അങ്ങ് എടുക്കുക. ആയിക്കോട്ടെ, എല്ലാം സാവിന്റെ ഇഷ്ടം പോലെ. വാടി. ശീർഷകടം വണ്ടിയിൽ കയറി പോയിക്കോളൂ. ഒരു ദിവസം നിങ്ങളൊക്കെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു അനാഥ ജനം. അതെ സാർ, അതെ.
എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറെ നാളായല്ലോ അവൻ നിന്നെ കൊണ്ടുപോയിട്ട്. ഇത്രയും നാളുകൾക്കുള്ളിൽ അവൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലാകില്ല. എങ്കിൽ ഞാൻ തെളിച്ചങ്ങോട്ട് ചോദിക്കാം. കുറെ ദിവസമായല്ലോ അവൻ നിന്നെ കൊണ്ടുപോയിട്ട്. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ചോദിച്ചത് മറുപടി പറയണി. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ എന്ത് പറയണമെന്നാണ് രമണൻ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ പോട്ടെ. നീ അവന്റെ മടിയിൽ ഇരുന്നിട്ടുണ്ടോ? അവൻ നിനക്ക് പാട്ടുപാടി തന്നിട്ടുണ്ടോ? അവൻ നിന്നെ മടിയിരുത്തി തന്നിട്ടുണ്ടോ? നോക്കി രമണ, ഞാൻ നേപ്പാളിയായിരിക്കാം. പക്ഷേ എന്ന് കരുതി വഞ്ചനയും ഹിംസയും അസത്യവും പറയുന്ന നിന്റെ മണ്ണിനേക്കാൾ നല്ലതാ എന്റെ മണ്ണ്. വലിയ പാതിവ്രത ചെയ്യാതെ സത്യം തുറന്നു പറയടി. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ചെറുതും വലുതുമായ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് പവിത്രമായ സാമുദായിക ആചാരപ്രകാരമുള്ള വിവിധ കർമ്മങ്ങളിലൂടെയാണ് സ്ത്രീകൾക്ക് പാത്രീകേതരാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തി ആദരവോടെ സ്തോത്രം ചെയ്യുന്ന ക്ഷണിക്കും നിർത്തിവച്ച വിവിധ വഴിപാടുകൾ അന്നേ ദിവസം മുതൽ പുനരാരംഭിക്കുന്നതാണെന്ന് സന്തോഷപൂർവ്വം അറിയിച്ചു. ഈ സ്വർണ്ണ നിറമുള്ള പാവയ്ക്ക് എന്താ വില? 1500 രൂപ സാർ. 1000. അത് ഒരു 10 രൂപ കൂടി കുറച്ച് 1490. 1200. അത് മതി. ഇത് കൊള്ളാലോ. ശിരിഷയുടെ അതേ മുഖം, അതേ ഭാവം. ശിരിഷ, എനിക്കിത് മതി. എന്റെ ആവശ്യത്തിന് എനിക്കിത് മതി. ചെറുതും വലുതുമായ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് പുനർനിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് പുനർനിർമ്മാണത്തിൽ സഹകരിച്ച
ഈ ശ്രമത്തെ തടയണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി, യാഥാസ്ഥിതികളുടെ കൂട്ടങ്ങളിൽ കുടുംബാഭിമാന സംരക്ഷണത്തിന്റെ പേരിലുള്ള ആറും കൊലക്കിരയായി തീരുമായിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണിത്. എന്റെ കക്ഷി ഇന്നിവിടെ ഹാജരായിട്ടില്ല. എങ്കിലും ഒരു തീപ്പന്തം പോലെ ആളിക്കത്തി മജ്ജമാംസാദികൾ ഉരുകി ഒലിച്ച് മരണത്തിന്റെ ഉരുക്കുമുഷ്ടിയിൽ കിടന്ന് നിസ്സഹായായി പിടഞ്ഞപ്പോൾ അവൾ എന്തായി തീർന്നിരിക്കാമെന്ന് ആലോചിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ആ നിമിഷങ്ങളിൽ ഒരു മാലാഖയെ പോലെ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട ഒരു കാരുണ്യ പ്രവർത്തകയുടെ ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് എന്റെ കക്ഷിയുടെ ജീവനെങ്കിലും മൃത്യുവക്രത്തിൽ നിന്നും പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലഭിച്ച ഒരു പ്രാണന്റെ ഔദാര്യത്തിൽ കേവലം ജീവച്ഛവമായി രാപ്പകലുകൾ തള്ളി നീക്കുകയാണ് എന്റെ കക്ഷി. മനുഷ്യാവകാശ പ്രവർത്തകർ ഈ ശരീരം ഏറ്റെടുക്കുകയും ലോകത്താകെ ഇത് ചർച്ചയിൽ ചെയ്തു വരികയും ചെയ്തപ്പോൾ സമുദായ വക്താക്കളെയും അതുവഴി സകലമാന സദാചാരക്കാരെയും തെരുവിലിറക്കി എന്റെ കക്ഷിക്ക് നേരെ നിയമ നടപടികൾക്ക് തുനിയുകയായിരുന്നു ഈ പ്രതികൾ ചെയ്തത്. ഈ കേസിനെ കേവലം ഒരു ദുരന്തത്തിൽ പെടുത്തിയാൽ പോലും പ്രതി കുറ്റക്കാരൻ തന്നെയായിരിക്കും. കാരണം ജീവനോടെ കത്തിയെരിയുന്ന ഒരു സ്ത്രീയുടെ പൗര പദവിക്ക് എന്ത് വിലയാണ് നമ്മുടെ നിയമങ്ങൾക്ക് നൽകാനാകുക? സെക്ഷൻ 324, 325 BNS അനുസരിച്ച് ആയുധങ്ങളോ തീ മുതലായവ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കും മാരകമായ ആഘാതത്തിനും പ്രതിയെ ശിക്ഷിക്കാവുന്നതാണ്. തന്നെയുമല്ല, സെക്ഷൻ ഡൗറി അലിഗേഷൻ ആക്ട് സെക്ഷൻ 3, 4 മുതലായവയുള്ള വകുപ്പുകൾ ഈ പ്രതികൾക്ക് ബാധകമാക്കുവാൻ തക്കതായ സാഹചര്യം ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുള്ളതാകുന്നു. അതിനാൽ സെക്ഷൻ 307 അറ്റംപ്റ്റ് ടു മർഡർ എന്ന വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് ഈ കേസിനെ പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. എന്റെ വാദിക്ക് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് മാത്രം ഈ കേസിൽ ഇടപെടേണ്ടി വരുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ പീഡനത്തിനിരയായ സ്ത്രീകൾ മരണപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അനാവശ്യവും വളരെ അഭൂതപൂർവവുമായിട്ടുള്ള ഒരു വൈകാരിക അനുഭവം തന്നെയാണ് വാദിഭാഗം വക്കീലോട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അവസാനമായി ഒരു കാര്യവും കൂടി കോടതിക്ക് മുൻപാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒളിവ് കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ എന്റെ കക്ഷി എഴുതിയൊരു കത്താണിത്. ഇനിമേൽ അയാളുടെ കൈകൾ എന്റെ മണ്ണിൽ ഒരു പുളകവും വിതയ്ക്കുകയില്ല, ഒരു വാക്കും എന്നിൽ മണ്ണിന്റെ കുളിർ ഉയർത്തുകയില്ല. ഇനി ഒരൊറ്റ ചുംബനവും എന്റെ മണ്ണിന്റെ സിരകളിൽ നടുക്കങ്ങളോ ആ നടുക്കത്തിൽ നിന്നുരുവാകുന്ന വന്യസുഗന്ധങ്ങളോ ഉയർത്തുകയില്ല. ഇനി എക്കാലവും ഓർക്കാനുള്ളത് പകൽ വെളിച്ചത്തിൽ അവൻ അറിഞ്ഞ പുരുഷവാക്കിന്റെ കഴുചീളുകൾ മാത്രം. ആളി കത്തുന്ന അഗ്നിയിലേക്ക് പച്ച ശരീരത്തോടെ നടന്നു കയറുന്ന ആ നിമിഷത്തിന്റെ നടുക്കങ്ങൾ മാത്രം. അകലെ മരിച്ചേന്ദ്രിയങ്ങൾ മരവിച്ചു പോയ പച്ചയായ ഒരു മനുഷ്യ സ്ത്രീ ആഖ്യാനിച്ച് ആദിരൂപമാക്കി കളഞ്ഞ ഒരു സ്ത്രീ ഹൃദയം പൗരാവകാശത്തിനായി യാചിക്കുന്നു. ഈ കത്തിന്റെ പകർപ്പ് കൂടി ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാദത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈ കേസ് വിധി പറയുന്നതിനായി അടുത്ത മാസം 24 മാറ്റിവെച്ചിരിക്കുന്നു. അപ്പീൽ നമ്പർ 144 ക്രൈം ബാർ 126 13.
അഗ്നിശുദ്ധി വരുത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന നമ്മുടെ നേതാവ് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയത്തിന്റെ സോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്.